എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. പരാജയങ്ങളെ നിരന്തര പരിശ്രമം കൊണ്ട് വിജയത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കും. പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ചതീശൻ എന്ന കവിവചനം എത്ര അർത്ഥവത്തായതാണ്. നിശ്ചയദാർഢ്യത്തോടെയുള്ള ഉദ്യമങ്ങൾ ഒന്നും പരാജയമല്ല. തയോ ഹോങ് എന്ന ചൈനക്കാരന്റെ കഥ ആർക്കും പ്രചോദനം നൽകുന്നതാണ്. ഇദ്ദേഹത്തിന്റെ യൗവനകാലത്താണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. യുദ്ധത്തിൽ ജപ്പാൻ ചൈനയെ ആക്രമിച്ചു. തയോ ഹോങ്ങും ചില കൂട്ടുകാരും ചേർന്ന് ഗറില്ല യുദ്ധം നടത്താൻ തീരുമാനിച്ചു. ഒളിത്താവളങ്ങളിൽ ഇരുന്നവർ പോരാടി. നിർഭാഗ്യവശാൽ ഇവർ ജപ്പാൻ സൈന്യത്തിന്റെ കയ്യിൽ അകപ്പെട്ടു. അതിക്രൂരമായ ശിക്ഷകൾ അവർക്ക് ഏൽക്കേണ്ടി വന്നു. കൊല്ലുന്നതിന് പകരം അംഗഭംഗം വരുത്തി ജീവച്ഛവങ്ങളാക്കി. തയോ ഹോങ്ങിന്റെ 2 കാല് 2 കൈയും അവർ ഛേദിച്ചു കളഞ്ഞു. തയോ ഹോങ് തന്റെ ജീവിതത്തിലെ ഭയാനകമായ നിമിഷത്തെ അതിജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരുവിധം ജോലിയും ചെയ്യാൻ കഴിയില്ല, ആഹാരം കഴിക്കുവാൻ കൈകളില്ല, വസ്ത്രം ധരിക്കുവാൻ വയ്യാത്ത അവസ്ഥ. ജീവിക്കണോ മരിക്കണോ എന്ന ചിന്ത അലട്ടിയപ്പോൾ താൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, അതുകൊണ്ട് മുന്നോട്ടും ജീവിക്കണമെന്ന വാശിയായി. 19 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അദ്ദേഹം ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. ചികിത്സയിലൂടെ മുറിവുകൾ കരിഞ്ഞു. മുദ്രകൾ ഉണ്ടാക്കുകയായിരുന്നു അയാളുടെ തൊഴിൽ. കൈകളില്ലാതെ സീൽ ഉണ്ടാക്കുന്നത് എങ്ങനെ? പല്ലുകൾ കൊണ്ട് യന്ത്രത്തിന്റെ കൈപ്പിടി കടിച്ചു പിടിച്ച് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ആദ്യ ശ്രമങ്ങൾ പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹം പിന്മാറിയില്ല. ക്രമേണ വിചാരിച്ച തരത്തിൽ ഭംഗിയായി ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പതിയെ ഹോങ്കോങ്ങിലേക്ക് അദ്ദേഹം താമസം മാറി. ഒരു കട തുടങ്ങി. അവിടെ എത്തുന്നവർ ജിജ്ഞാസ കൊണ്ട് സീലിന് ഓർഡർ കൊടുത്തു തുടങ്ങി. തയോ ഹോങ്ങിന്റെ വൈദഗ്ധ്യം മനസ്സിലാക്കി ധാരാളം ഓർഡർ അദ്ദേഹത്തിന് ലഭ്യമായി. സഹതാപം കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടാണ് അദ്ദേഹത്തിന് ഓർഡറുകൾ ലഭ്യമായത്. സ്വദേശത്തും വിദേശത്തും അദ്ദേഹം പ്രശസ്തനായി. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. അശ്രദ്ധ കൊണ്ടും ചിലപ്പോൾ ആകസ്മികമായോ സംഭവിക്കുന്ന പല പ്രശ്നങ്ങൾ ഉണ്ടാകാം. സാഹചര്യങ്ങളും ചിലപ്പോൾ പ്രതിസന്ധികൾക്ക് വഴിയൊരുക്കാം. പക്ഷേ നാം അവയോട് പ്രതികരിക്കുന്നത് എങ്ങനെ എന്നതിലാണ് വിജയമിരിക്കുന്നത്. ക്ലേശങ്ങൾ വരുമ്പോൾ അടിപതറാതെ മുന്നേറുവാനുള്ള ധൈര്യം നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകട്ടെ. ഈശ്വരൻ സകലതും നന്മയിലേക്ക് വരുത്തുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടാവട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.